അച്ഛാ ജോയിച്ച വളരെ സന്തോഷം അച്ഛനെ വിളിച്ച് കാണാൻ പറ്റുന്നതിൽ. ഒരിക്കൽ കൂടി ഞാനിവിടെ വരുമ്പോൾ ദീപികയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ദീപികയുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾക്ക് പുതിയ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ദീപികയുടെ വായനക്കാർക്കും ദീപിക ഫോളോ ചെയ്യുന്നവർക്കും എന്താണ് ഈ മാടക്കമല എന്നറിയപ്പെട്ടിരുന്ന ഒരു കാലത്ത് വന്യമൃഗങ്ങൾ മാത്രം നിറഞ്ഞു വന്ന ഈ പ്രദേശത്ത് കുടിയേറ്റ ജനത വന്നതും അതിലൂടെ ഉണ്ടായ വ്യത്യാസവും ഇന്ന് ഇവിടെ ഉണ്ടായ വലിയ പുരോഗമനവും നമ്മുടെ ദീപികയുടെ വായനക്കാരെ പങ്കുവയ്ക്കണമെന്നുണ്ട്. അച്ഛനെ ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര വർഷമായിട്ടുണ്ട്? ഞാനിവിടെ വന്നിട്ടിപ്പോൾ 9ാമത്തെ വർഷമാണ്. 9 വർഷമായി അച്ഛൻ. 9 വർഷമായിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നു അച്ഛൻ വന്ന ആ അവസരത്തിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്നുണ്ടതിനേക്കാൾ എത്രയോ വലിയ വികസനമാണ് ഈ പ്രദേശത്തുണ്ടായിരിക്കുക. അതിന് അച്ഛൻ വളരെ കഠിനാധ്വാനം ചെയ്തു. ഏറ്റവും അടുത്ത കാലത്ത് വന്നിരിക്കുന്നതാണ് ഈ ഗ്ലാസ് ഹൗസ്. ഈ ഗ്ലാസ് ഹൗസിന്റെ പ്രത്യേകത എന്താണ് പറയാം? ഈ ഗ്ലാസ് ഹൗസിന്റെ പ്രത്യേകത ഇപ്പോൾ ഈ വടക്കൻ മലബാറിലെ ഒരു ആദ്യത്തെ ഒരു സംരംഭമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. ഇപ്പോൾ അന്ന് ഇതിനകത്ത് മാനസ എന്ന് പറയുന്നതായ 3 വ്യക്തികളുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ള പ്രവർത്തനമാണ്. മാനസ ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നത് അവരുടേതായ ഒരു ആളും പിന്നെ മാവുംകാലിലുള്ളതായ ഒരു വിൻസെന്റ് മാലോം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ളതായ ഒരു ആളുകൾ ഒരുമിച്ച് ചേർന്നുണ്ട്. ഒരു വലിയ പ്രത്യേകത അച്ഛനോട് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചത് ഒരു പ്രകൃതിക്ക് യാതൊരു ദോഷവും വരാതെ പരിസ്ഥിതി സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നതാണ്. ഇനിയിപ്പോ അങ്ങോട്ടൊരു ഒരു ലക്ഷ്യം വരുന്നത് അതെന്താണ്? അവിടെ നമ്മളൊരു റോപ്പ് വേ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒരു കേബിൾ കാറിൻ്റെതായ സംവിധാനം, പിന്നെ പിള്ളേർക്കായിട്ടൊക്കെ കളിക്കാനായിട്ടൊക്കെ പാർക്ക്, ഇങ്ങനെ കുറെ സംവിധാനങ്ങൾ അച്ഛൻ വിദേശത്ത് ശുശ്രൂഷ ചെയ്തിട്ടുള്ളതാണല്ലോ. സ്വിറ്റ്സർലൻഡിലൊക്കെ പോകുമ്പോൾ അതിനേക്കാൾ കിടപിടിക്കുന്ന മനോഹരമായ ഒരു പരിസ്ഥിതി അന്തരീക്ഷം കൂടി ഉണ്ടല്ലോ. അച്ഛൻ്റെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലങ്ങളിൽ ഞാൻ അമേരിക്കയിൽ പോയപ്പോഴേക്കും കെൻഡക്കി സ്റ്റേറ്റിൽ അതിനേക്കാൾ മനോഹരമാണ് നമ്മുടെ ഈ പള്ളിയുടെ നടക്കുന്ന 2 മലകൾ. എന്റെ അനുഭവം അതാ. കാരണം ഞാനും വിവിധ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും നാച്ചുറൽ ആയിട്ട് എല്ലാ ക്രമീകരണങ്ങളും, അത് പരിസ്ഥിതി ദോഷം വരാതെ ഏറ്റവും വലിയ പ്രത്യേകത വനപ്രകൃതിയോട് ചേർന്നാണ്. അതേസമയം വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് പ്രവേശിക്കാത്ത രീതിയിലുള്ള സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്തിന്റെ വികസനം അതോടൊപ്പം തന്നെ അനേകം വിനോദസഞ്ചാരികൾക്ക് ആകർഷണമായി തീർന്ന വലിയൊരു പ്രദേശം എന്ന നിലയിൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് വന്ന് ഇവിടെ റാണിപുരം എന്ന പ്രദേശം, ഈ റാണിപുരം എന്നുകൊണ്ട് സമുദ്രത്തിൽ വളരെ ഉയരത്തിലുള്ള പ്രദേശമാണെന്നുമാണ് എന്റെ പ്രത്യേകത. ഇവിടെ വരുന്ന ഒരാൾക്ക് പോലും വന്നതിൽ നഷ്ടബോധം തോന്നില്ല, സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും അച്ഛന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ദീപികയുടെ പേരിൽ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഇത് കോട്ടയം അതിരൂപതയുടെ ഒരു വലിയ പ്രേക്ഷിത ശുശ്രൂഷ കൂടിയാണ് ഇവിടെ നടക്കുക അല്ലേ? തീർച്ചയായിട്ടും. എന്റെ ഒരു വിചാരം ഈ ഇരിക്കുന്നതായ ഈ സ്ഥലത്ത് വരുന്ന ആളുകൾക്ക് ഒരു ശാന്തി സമാധാനം ഇതെല്ലാം കിട്ടണം, സന്തോഷത്തോടുകൂടി ഒരു നല്ല ധ്യാനാത്മകമായ അന്തരീക്ഷമാണ്. അച്ഛൻ ഇവിടെ പുതിയ ഗ്രോട്ടോ പണിയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പ്രാർത്ഥനാ അന്തരീക്ഷം. ഞാൻ രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. എത്രയോ പേരാണ് ഈ പ്രദേശത്ത് താമസിക്കാൻ വന്നവര് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വന്നതൊക്കെ കാണുക. അത് വലിയ പ്രേക്ഷിത ശുശ്രൂഷ. ഞാൻ ഓർക്കുന്നു 1970 കോട്ടയം അതിരൂപതയിൽ നിന്ന് വലിയ നേതൃത്വം കൊടുത്ത് അനേകം കുടുംബങ്ങൾ ഇവിടെ നിന്ന് താമസിച്ച് അനേകം കുടുംബങ്ങളിൽ ഇവിടെ വികസനത്തിന്റെ പാതകൾ വെട്ടിത്തുറക്കുവാനും അവർക്ക് സ്വയം പര്യാപ്തത നേടാനും വഴിയൊരുങ്ങുന്നത് സന്തോഷകരമാണ്. എനിക്കെന്തായാലും വലിയ സന്തോഷം. ഇനിയും അടുത്തോടെ വരുമ്പോൾ കൂടുതൽ മനോഹരമായിട്ട് ഈ പ്രദേശം സൃഷ്ടിക്കുവാനുള്ള അച്ഛനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ദൈവാനുഗ്രഹം നേരുന്നു. തീർച്ചയായും. താങ്ക് യു.